السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ നമ്മൾ നെക്സ്റ്റ് സെഷനിലാണ് നമുക്കിന്ന് ഈ പറഞ്ഞ പോലെ കിറാത്തും വാക്കർത്ഥവും ട്രാൻസ്ലേഷനും വാക്കർത്ഥങ്ങളും നോക്കിയിട്ട് പോവാം. ഇൻഷാ അല്ലാഹ് തഫ്സീർ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. സൂറത്ത് ആൽ ഇമ്രാനിലെ 48 മുതൽ 47 ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. 48 മുതൽ 57 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആദ്യം കിറാത്തിന്റെ മുന്നേ എപ്പോഴത്തെയും പോലെ മുഹാസബ ഗോൾ റിമൈൻഡർ. എല്ലാവരും ഈ ഒരു 2 ആഴ്ചത്തേക്ക് പ്രത്യേകിച്ച് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റാത്ത ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള നമ്മുടെ ഇബാദത്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അത് നമുക്ക് ചെയ്യുന്നതിന്റെ കൂടെ പ്രതിഫലം, ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളുടെ പ്രതിഫലവും നഷ്ടപ്പെടാതെ കിട്ടട്ടെ. ആമീൻ. അതേപോലെ ദുആകളും അധികരിപ്പിക്കാം. പിന്നെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ കുറെ പേര് ന്യൂ ഫോർമാറ്റിൽ നിന്ന് ഓൾഡ് ഫോർമാറ്റിൽ നിന്ന് ന്യൂ ഫോർമാറ്റിലേക്ക് മാറി വരുന്നതായിട്ട് കാണാം. ഓൾഡ് ഫോർമാറ്റിന്റെ എണ്ണം കുറഞ്ഞ് ന്യൂ ഫോർമാറ്റിന്റെ എണ്ണം കൂടി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, റെക്കോർഡിങ്സ് നിങ്ങൾ ചോദിച്ച്, അതായത് നമ്മൾ ഗ്രൂപ്പ് ഒരു ദിവസം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് വന്ന സംശയങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് അതിനുള്ള ഉത്തരങ്ങളായിട്ട് യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിനകത്തുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പുതിയ ഫോർമാറ്റിൽ ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുതിയ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ വീഡിയോസിന്റെ അടിയിൽ കമന്റ്സ് ആയിട്ട് ഇട്ടാലും മതി. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളും കൂടെ, നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ അതിനകത്ത് റെക്കോർഡായിട്ട് ഇടാം ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങൾ സബ് ഗ്രൂപ്പിൽ ഉള്ള മറ്റുള്ളവരുടെ അടുത്തോ നിങ്ങളുടെ സബ് ഗ്രൂപ്പ് ലീഡറുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ മുഹാസബ ഗോളിനെ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഖിറാഅത്തിലേക്ക് പോവാം. ഇന്നത്തെ ആയത്തുകളൊന്ന് ആദ്യം ഖിറാഅത്ത് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين ومصدقا لما بين يدي من التوراة ولأحل لكم بعض الذي حرم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون إن الله ربي وربكم فاعبدوه هذا صراط مستقيم فلما أحس عيسى منهم الكفر قال من أنصاري إلى الله قال الحواريون نحن أنصار الله آمنا بالله واشهد بأننا مسلمون ربنا آمنا بما أنزلت واتبعنا الرسول فاكتبنا مع الشاهدين ومكروا ومكر الله والله خير الماكرين إذ قال الله يا عيسى إني متوفيك ورافعك إلي ومطهرك من الذين كفروا
ومطهرك من الذين كفروا وجاعل الذين اتبعوك فوق الذين كفروا إلى يوم القيامة ثم إلي مرجعكم فأحكم بينكم فيما كنتم فيه تختلفون فأما الذين كفروا فأعذبهم عذابا شديدا في الدنيا والآخرة وما لهم من ناصرين وأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم والله لا يحب الظالمين. ട്രാൻസ്ലേഷനും വേർഡ് അനാലിസിസും കൂടെ നോക്കാം ഇൻഷാല്ലാ. 48-ാമത്തെ ആയത്ത് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. അല്ലാഹു അവന് ഈസാക്ക് ഗ്രന്ഥവും വിജ്ഞാനവും തൗറാത്തും ഇൻജീലും പഠിപ്പിക്കുകയും ചെയ്യും. വാക്കർത്ഥം വയുഅല്ലിമുഹു അവനു പഠിപ്പിക്കുകയും ചെയ്യും. യുഅല്ലിമു ഹു അവന്. ഓക്കെ, അപ്പം അള്ളാഹു ഐസാക്ക് പഠിപ്പിക്കുന്ന പറയുന്നത്. അൽ കിതാബ ഗ്രന്ഥം, വൽ ഹിക്മത വിജ്ഞാനവും, വത്തൗറാത തൗറാത്തും, വൽ ഇൻജീല ഇൻജീലും. ഇവിടെ ഇപ്പം ഹിക്മ റൂട്ട് നിങ്ങൾക്ക് അറിയാം, കിതാബ് യുഅല്ലിമു എല്ലാം നിങ്ങൾക്ക് റൂട്ട് അറിയാവുന്നതാണ്. അപ്പം അടുത്ത ആയത്ത് 49. ഇസ്രായേൽ സന്തതികളിലേക്ക് റസൂലായും അവനെ അയക്കും. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും കൊണ്ട് ഞാൻ നിങ്ങളിൽ വന്നിരിക്കുന്നു എന്നുള്ള ദൗത്യവുമായി. അതായത് പക്ഷിയുടെ ആകൃതി പോലെ കളിമണ്ണിനാൽ ഞാൻ നിങ്ങൾക്ക് രൂപം സൃഷ്ടിച്ചുണ്ടാക്കി തരും. എന്നിട്ട് ഞാൻ അതിൽ ഊതും. അപ്പോൾ അള്ളാഹുവിന്റെ അനുവാദം കൊണ്ട് അത് പക്ഷിയായി തീരും. അള്ളാഹുവിന്റെ അനുവാദം കൊണ്ട് ജാതി അന്ധനെയും വെള്ളപ്പാണ്ടുകാരനെയും ഞാൻ സുഖപ്പെടുത്തുകയും മരണപ്പെട്ടവരെ ജീവിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ തിന്നുന്നതിനെയും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനെയും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വൃത്താന്തം അറിയിക്കുകയും ചെയ്യും. നിശ്ചയമായും അതിൽ നിങ്ങൾക്കൊരു വമ്പിച്ച ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. വാക്കർത്ഥം റസൂലൻ ദൂതനായും ഇല ബനി ഇസ്രായേൽ ഇസ്രായേൽ സന്തതികളിലേക്ക് അന്നി ഖദ് ജിഅ്തുക്കും ജീം യ ഹംസ ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന്. ബി ആയത്തിൻ ദൃഷ്ടാന്തവും കൊണ്ട്. മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന്. മിൻ റബ്ബിക്കും. ഓക്കെ, അതുപോലെ ഖദ് ജിഅ്തുക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അന്നി അഖ്ലുഖു ഞാൻ സൃഷ്ടിച്ച് രൂപപ്പെടുത്തി ഉണ്ടാക്കുമെന്ന്. ഖലഖൽ നിന്ന് വന്ന സെയിം റൂട്ടാണ് ഖ ലാം ഖഫ്. ലക്കും നിങ്ങൾക്ക്. മിനത്വീനി തോ യ നൂൻ ത്വീൻ കളിമണ്ണിനാൽ. കഹൈഅതി ഹംസ ഹ യ ഹംസ ആകൃതി അല്ലെങ്കിൽ രൂപം പോലെ. ക എന്ന് പറഞ്ഞ പോലെ. ഹൈ ന്റെ റൂട്ടാണ് നമ്മൾ പറഞ്ഞത്. ത്വൈർ തോ അത്വൈരി പക്ഷിയുടെ പറവയുടെ. തോ യ റോ. ഫഅൻഫുഖു എന്നിട്ട് ഞാൻ ഊതും. നൂൻ ഫ ഹോ. ഫീഹി അതിൽ. ഫയകൂനു അപ്പോൾ അത് ആയിത്തീരും. ഫ യകൂനു ത്വയ്റൻ പക്ഷി. സെയിം റൂട്ട്. ബി ഇദ്നില്ല അള്ളാഹുവിന്റെ അനുമതി അല്ലെങ്കിൽ ഉത്തരവ് കൊണ്ട്. ബി ഇദ്ൻ ഇല്ല അള്ളാഹ്. ഓക്കെ. വ ഉബരി ഉ ഞാൻ ഒഴിവാക്കുക അല്ലെങ്കിൽ സുഖപ്പെടുത്തുകയും ചെയ്യും. ബ റോ ഹംസ. അൽ അക്മഹ ജാതി അന്ധനെ. പിറവിയിൽ അതായത് ജനിക്കുമ്പോഴേ അന്ധനായിട്ടുള്ളവനാണ് ജാതി അന്ധൻ എന്ന് പറയുന്നത്. കാഫ് മീം ഹ. വൽ അബ്റസ വെള്ളപ്പാണ്ടുകാരനെയും. ബ റോ സോദ്. ഉഹി ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും. അൽ മൗത മരണപ്പെട്ടവരെ. ബി ഇദ്നില്ല അള്ളാഹുവിന്റെ അനുവാദം കൊണ്ട് ഉത്തരവ് പ്രകാരം. വ ഉനബ്ബിഉക്കും ഞാൻ നിങ്ങൾക്ക് വൃത്താന്തം അറിയിക്കുകയും ചെയ്യും. നബ നമ്മൾ ലാസ്റ്റ് ഇതിൽ വന്നിട്ടുള്ള റൂട്ടാണ്. നോൻ ബ ഹംസ. ബിമാ തഅകുലൂന നിങ്ങൾ തിന്നുന്നതിനെ പറ്റി. അക്കല തിന്ന എന്നുള്ളതിൽ നിന്ന് വന്നിട്ടാണ് തഅകുലൂൻ. വമാ തദ്ഖിറൂന നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനെ പറ്റി. റൂട്ട് ദാൽ ഖ റ. ഫീ ബുയൂതിക്കും നിങ്ങളുടെ വീടുകളിൽ.
ഇന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട് ലആയത്തല്ലക്കും നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ മുഅ്മിനീൻ വിശ്വാസികൾ. മുഅ്മിനീൻ ഹംസ മീം നൂൻ വിശ്വാസം ആമന അതിൽ നിന്നുള്ള വാക്കാണ്. നെക്സ്റ്റ് 50-ാമത്തെ ആയത്ത്. തൗറാത്ത് ആകുന്ന എന്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നവനായും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളതിൽ ചിലത് നിങ്ങൾക്ക് അനുവദനീയമാക്കി തരാൻ വേണ്ടിയും ഞാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ദൃഷ്ടാന്തവും കൊണ്ടുവന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. വാക്കർത്ഥം വ മുസ്വദ്ദിഖൻ സത്യപ്പെടുത്തുന്നവനായും. കുറേ പ്രാവശ്യം വന്നിട്ടുള്ള വാക്കാണ് അത് അല്ലെ. സോ അത് ദാൽ ഖാഫ്. ലിമ ബൈന യദൈ എന്റെ മുമ്പിലുള്ളതിനെ. യദൈ യദ് ഇതിന്റെ റൂട്ടിൽ നിന്നാണ് കൈ എന്നുള്ള അർത്ഥം. രണ്ട് കൈകൾക്കിടയിൽ നിന്നുള്ളതിലാണ് എന്റെ മുമ്പിലുള്ളതെന്ന് പറയുന്നത്. മിന തൗറാത്തി തൗറാത്താകുന്നു അല്ലെങ്കിൽ തൗറാത്തിൽ നിന്ന്. വലി ഉഹില്ലലക്കും നിങ്ങൾക്ക് ഞാൻ അനുവദനീയമാക്കുവാനും. ഉഹില്ല ഹലാൽ ഹ ലാം ലാം ഹില്ല് അതിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ്. ബഅ്ദല്ലദി യാതൊന്നിൽ നിന്ന്. ഓക്കെ. ഹുറിമ അലൈക്കും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട. ഹറാമിന്റെ റൂട്ടാണ് ഹ റോ മീം. അപ്പൊ നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടത് ചിലത് ഹലാലാക്കാൻ വേണ്ടിയിട്ട്. വജത്തുക്കും ഞാൻ നിങ്ങൾക്ക് വരികയും ചെയ്തിരിക്കുന്നു. കും നിങ്ങൾക്ക് ജത്തു ഞാൻ വന്നു. ബി ആയത്തിൻ ദൃഷ്ടാന്തവുമായി ദൃഷ്ടാന്തവും കൊണ്ട്. മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന്. ഫത്തഖു അതിനാൽ നിങ്ങൾ സൂക്ഷിക്കുവിൻ. അള്ളാഹ അള്ളാഹുവിനെ. വ അത്തിയൂൻ നിങ്ങളെ എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. ഓക്കെ. അത്തിയൂൻ തോ വൗ ഐൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വാക്കർത്ഥം പിരിച്ചു പറയേണ്ട ആവശ്യമൊന്നും ആദ്യം മുതലേ ഉള്ളവർക്ക് ശരിക്കും ഇല്ല അല്ലെ. വളരെ റെയറായിട്ട് ചില വാക്കുകളുടെ മീനിങ് അറിയാത്തതും ഈവൻ റൂട്ട് അറിയാത്തതും ഒക്കെ ഉള്ളു. അപ്പം ഇതിന് ഞാൻ കാണിച്ച റൂട്ട് പോലും എല്ലാം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ നമ്മളിപ്പോ ഇത്തിരി ഒരു എക്സ്പേർട്ട് ലെവലായി. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ കുറച്ചും കൂടെ ഒരു എഫേർട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരേ ലെവലിൽ അങ്ങനെ പോവാം ഇൻഷാ അല്ലാഹ്. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും നിശ്ചയമായും അള്ളാഹു എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമാകുന്നു. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുവിൻ. ഇത് നേരെ ചൊവ്വയുള്ള പാതയാകുന്നു. ഇതൊക്കെയാണ് എന്റെ ദൗത്യം. 51-ാമത്തെ ആയത്ത്. ഓക്കെ. വാക്കർത്ഥം ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു റബ്ബി എന്റെ റബ്ബും വ റബ്ബുക്കും നിങ്ങളുടെ റബ്ബുമാണ്. ഫഅ്ബുദൂഹു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുവിൻ. ഹാദാ സിറാത്തുൻ ഇത് പാതയാകുന്നു. മുസ്തഖീം നേരായ അല്ലെങ്കിൽ ചൊവ്വായ. 52-ാമത്തെ ആയത്ത്. എന്നിട്ട് ഈസ അവരിൽ ഇസ്രായേലിൽ നിന്നും അവിശ്വാസത്തെ അനുഭവത്തിൽ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിലേക്കുള്ള മാർഗത്തിൽ എന്റെ സഹായികൾ ആരുണ്ട്? ഹവാരിയുകൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹായികളാകുന്നു. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുകയും വേണം. വാക്കർത്ഥം നോക്കാം. ഫലമ്മ അഹസ്സ ഹ സീൻ സീൻ എന്നിട്ട് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഐസ മിൻഹും അവരിൽ നിന്ന് അൽ കുഫ്ര അവിശ്വാസം. ഖാല അദ്ദേഹം പറഞ്ഞു, മൻ അൻസാരി എന്റെ സഹായികൾ ആരാണ്? മൻ ആര്? അൻസാർ സഹായികൾ. അവസാനത്തെ യാ എന്റെ എന്നർത്ഥം. ഓക്കെ. മൻ അൻസ്വാരി എന്റെ സഹായികൾ ആരാണ്? ഇലല്ലാഹ് അള്ളാഹുവിലേക്ക്. ഖാല അവർ പറഞ്ഞു, അൽ ഹവാരിയൂന ഹവാരികള് പറഞ്ഞു. ഹ വാവ് റ നഹ്നു ഞങ്ങൾക്ക് നഹ്നു ഞങ്ങൾ അൻസാറുല്ലാഹ് അള്ളാഹുവിന്റെ സഹായികളാകുന്നു. ആമന്ന ബില്ലാഹി ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വഷ്ഹദ് താങ്കൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക. ബി അന്ന മുസ്ലിമോ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന്. 53-ാമത്തെ ആയത്ത്. ഞങ്ങളുടെ റബ്ബേ നീ അവതരിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ റസൂലിനെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ നീ ഞങ്ങളെ സാക്ഷ്യം വഹിച്ചവരോടൊപ്പം രേഖപ്പെടുത്തണമേ. റബ്ബന ഞങ്ങളുടെ റബ്ബേ, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബിമ അൻസൽത നീ അവതരിപ്പിച്ചതിൽ. നൂൻ സൈലാം നസലയിൽ നിന്നുള്ളത്. വത്തബഅന ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. തബഅ തബഅൻ അർ-റസൂല റസൂലിനെ. ഫക്തുബന അതിനാൽ ഞങ്ങൾക്ക് രേഖപ്പെടുത്തണമേ. ഫക്തുബന കാഫ് തബ മഅ ഷാഹിദീൻ സാക്ഷ്യം വഹിക്കുന്നവരോട്. ഷാഹിദ് ഷീൻ ഹ ദാൽ. 54 അവർ അവിശ്വാസികൾ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു ആകട്ടെ തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഉത്തമനാകുന്നു. സുബ്ഹാനല്ലാഹ്. വാക്കർത്ഥം നോക്കാം. വമക്കറു അവൻ തന്ത്രം പ്രയോഗിക്കുകയും ചെയ്തു. മീം കാഫ് റോ. വമക്കറുല്ലാഹ് അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു.
വല്ലാഹു അള്ളാഹു ആകട്ടെ ഖൈറുൽ മാക്കിരീൻ, ഖൈർ ഏറ്റവും ഉത്തമൻ, അൽ മാക്കിരീൻ തന്ത്രം പ്രയോഗിക്കുന്നവര്. 55-ാമത്തെ ആയത്, അതേ അള്ളാഹു പറഞ്ഞ സന്ദർഭം, ഐസ നിശ്ചയമായും നിന്നെ ഞാൻ പൂർണ്ണമായി പിടിച്ചെടുക്കുകയും നിന്നെ എന്റെ അടുക്കലേക്ക് ഉയർത്തുകയും ചെയ്യുന്നതാണ്. അവിശ്വസിച്ചവരിൽ നിന്ന് നിന്നെ ഞാൻ ശുദ്ധമാക്കുകയും നിന്നെ പിൻപറ്റിയവരെ ഖിയാമത്ത് നാൾ വരേക്കും അവിശ്വസിച്ചവരുടെ മീതെ ആക്കി വെക്കുകയും ചെയ്യുന്നതാണ്. പിന്നീട് എന്റെ അടുക്കിലേക്കായിരിക്കും നിങ്ങളുടെ മടങ്ങി വരവ്. അപ്പോൾ നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഞാൻ വിധി കൽപ്പിക്കുന്നതാകുന്നു. ഇത് ഖാല അല്ലാഹു, അള്ളാഹു പറഞ്ഞ സന്ദർഭം, യാ ഐസ, ഐസ, ഇന്നി നിശ്ചയമായും ഞാൻ, മുതവഫീക, വാവ് ഫ യ ഫ, നിന്നെ പൂർണ്ണമായി എടുക്കുന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നവനാണ്. ഓക്കെ. വറാഫിഉക, റാഫ ഐൻ, നിന്നെ ഉയർത്തുന്നവനുമാണ്. റഫ അതിൽ നിന്നുള്ളതാണ്. ഇലയ്യ, എന്നിലേക്ക്. വമുതഹിറുക, നിന്നെ ശുദ്ധമാക്കുന്നവനുമാണ്. ത്വഹ റോ. മിനല്ലദീന കഫറു, അവിശ്വസിച്ചവരിൽ നിന്ന്. വജാഇലു, ആക്കുന്നവനുമാണ്. അല്ലദീന തബഊക, നിന്നെ പിൻപറ്റിയവരെ. അഗൈൻ തബഅൻ, തബഊക, നിന്നെ പിൻപറ്റിയവർ. ഫൗക, മീതെ. അല്ലദീന കഫറു, അവിശ്വസിച്ചവരുടെ. ഇലാ യൗം, നാൾ വരെ. അൽ ഖിയാമ, ഖിയാമത്തിന്റെ. സുമ്മ ഇലയ്യ, പിന്നെ എന്റെ അടുക്കലേക്കാണ്. മർജിഉക്കും, നിങ്ങളുടെ മടക്കം. ഫഅഹ്കും, അപ്പോൾ ഞാൻ വിധി കൽപ്പിക്കും, വിധിക്കും. ബൈനക്കും, നിങ്ങൾക്കിടയിൽ. ഫീമ, യാതൊന്നിൽ. കുന്തും ബിഹി, അതിൽ നിങ്ങളായിരുന്നു. തഖ്തലിഫൂൻ, നിങ്ങൾ ഭിന്നിച്ചു അല്ലെങ്കിൽ ഭിന്ന അഭിപ്രായത്തിൽ ആയിക്കൊണ്ടിരുന്നു. ഇഖ്തിലാഫ് എന്നുള്ള വാക്ക്, ഖ ലാം ഫ. 56. എന്നിട്ട് അപ്പോൾ യാതൊരു കൂട്ടർ അവിശ്വസിച്ചുവോ അവരെ ഇഹത്തിലും പരത്തിലും ഞാൻ കഠിനമായി ശിക്ഷിക്കും. അവർക്ക് സഹായികളായിട്ട് ആരും ഉണ്ടാവുകയില്ല താനും. അമ്മ, എന്നാൽ അപ്പോൾ, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ ഫഉഅദിബുഹും, അവരെ ഞാൻ ശിക്ഷിക്കും. ഉഅദിബു ഐൻ ദാൽ ബ, അദാബൻ എന്നുള്ളതാണ്. അവരെ ഞാൻ ശിക്ഷിക്കും. അദാബൻ ഷദീദ, കഠിനമായ ശിക്ഷ. അദാബ് ഐൻ ദാൽ ബ, ഷദീദ ഷീൻ ദാൽ ദാൽ. ഫിദ്ദുന്യ, ഇഹത്തിൽ വെച്ച്. വൽ ആഖിറ, പരത്തിലും. വമാ ലഹും, അവർക്കില്ലതാനും. മിൻ നാസിരീൻ, സഹായികളായിട്ട് ആരും. അല്ലാഹു സഹായിക്കട്ടെ. ആമീൻ. വ അമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, എന്നാൽ യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ അവർക്ക് അവൻ അള്ളാഹു അവരുടെ പ്രതിഫലങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യും. അള്ളാഹു അക്രമികളെ സ്നേഹിക്കുകയില്ല. വാക്കർത്ഥം, വ അമ്മല്ലദീന, എന്നാൽ യാതൊരു കൂട്ടർ, ആമനു, അവർ വിശ്വസിച്ചു, വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അസ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. ആമനു, അമിലു, സ്വാലിഹ, എല്ലാത്തിന്റെ റൂട്ട് നിങ്ങൾക്കറിയാം. വയുവഫീഹിം, വീണ്ടും വഫ തന്നെയാണ്. അവർക്ക് അവൻ നിറവേറ്റി അല്ലെങ്കിൽ പൂർണ്ണമായി കൊടുക്കും. ഉജൂറഹും, അവരുടെ പ്രതിഫലങ്ങൾ, കൂലി. അജറിന്റെ പ്ലൂറലാണ് ഉജൂർ. വല്ലാഹു, അല്ലാഹു, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല, അവ്വാലിമീൻ, അക്രമികളെ. അൽഹംദുലില്ലാ. അപ്പൊ അത്രയാണ് വാക്കർത്ഥം. ഇൻഷാ അല്ലാഹ് തഫ്സീർ നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്ന് എവിടെ വെച്ച് നിർത്താണ് ഇൻഷാ അല്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.